എന്റെ അച്ഛാ, ഈ മാഷുമാരെ കൊണ്ട് തോറ്റു. എന്തു പറ്റിയടാ? എന്താണെന്ന് അറിയില്ല, എല്ലാവർക്കും എന്നെ കാണുമ്പോ എടുത്തിട്ടൊന്ന് അലക്കാൻ തോന്നും. വെറുതെ ആരും കേറി അടിക്കില്ലല്ലോ, എന്തെങ്കിലും ഒപ്പിച്ചു കാണും. കഴിഞ്ഞ ദിവസം പവിത്ര മാഷ് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പൊ ക്ലാസ്സിന് മുമ്പിൽ കൂടി നമ്മുടെ ഹെഡ് മാസ്റ്റർ കടന്നുപോയി. അപ്പൊ പവിത്ര മാഷിന്റെ ഒരു ചോദ്യം, ഹെഡ് മാസ്റ്റർ മുമ്പിൽ കൂടെ കടന്നുപോയി എന്നതിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന്. അത് എളുപ്പമല്ലേ, നീ പറഞ്ഞില്ലേ? പറഞ്ഞു തീർന്നതും അത് കേട്ട് വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ എന്നെ വന്ന് പൊതിരെ തല്ലി. ദൈവമേ, നീ എന്താടാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, അവർ ഹെഡ് മാസ്റ്റർ ജസ്റ്റ് പാസ്ഡ് അവേ. വെറുതെ അല്ല തല്ല് കിട്ടിയത്, അതിനർത്ഥം അങ്ങേര് കാഞ്ഞു പോയെന്നാ. അങ്ങനെ അർത്ഥണ്ടോ? ഈ ഇംഗ്ലീഷ് ഭാഷ കണ്ടുപിടിച്ചവനൊക്കെ ഓടിച്ചിട്ട് തല്ലണം. പിന്നെ ആരാടാ തല്ലിയത്? ഒരു പുതിയ ഡ്രോയിങ് മാസ്റ്റർ ഇല്ലേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ തലങ്ങും വിലങ്ങും പൂശി. നീ എന്തെങ്കിലും പറഞ്ഞു കാണും. ഞാൻ സംഭവം പറയാ. ഞാനാണല്ലോ ക്ലാസ്സിലെ ഏറ്റവും നല്ല ഡ്രോയർ. അതുകൊണ്ട് ഡ്രോയിങ് മാസ്റ്റർ എന്നെ ചിത്രം വരയ്ക്കാൻ വിളിപ്പിച്ചു. എന്നിട്ട് മാഷ് ഒരു ആനയെ വരയ്ക്കാൻ പറഞ്ഞു. അതിനെന്താ, നിനക്ക് ആനയെ നന്നായി വരയ്ക്കാൻ അറിയാലോ. ഓ അറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, വലിയ ആനയെ വരയ്ക്കണോ ചെറിയ ആനയെ വരയ്ക്കണോ എന്ന്. എന്നിട്ടോ? മാഷ് തല്ലോട് തല്ല്. അതെന്തിനാടാ? ചെറിയാനെ വരയ്ക്കണോ എന്ന് പറഞ്ഞതാ അബദ്ധായത്. മാഷിന്റെ പേര് ചെറിയാൻ എന്നായിരുന്നു.